ഇത് സൺസണിൻ്റെ CPF 2500 എന്ന മോഡൽ പോണ്ട് ഫിൽറ്ററാണ്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മളെ ചെറിയ പോണ്ടുകളിൽ, അത് ഒരു 2500 ലിറ്റർ വിത്ത് ഫിഷോട് കൂടിയ പോണ്ട് ഫിൽറ്റർ ചെയ്യാൻ കരുതി യൂസ് ചെയ്യുന്നതാണ്. ഇത് ബാക്ക് വാഷും എല്ലാം കൂടെ അടങ്ങിയ ഒരു മോഡലാണ്. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഇതിനകത്ത് കറക്റ്റ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്, ഇതിനകത്ത് തന്നെ UV ഫിൽറ്ററും കൂടെ വരുന്നുണ്ട്. നമുക്ക് അഡീഷണലി വേറെ UV ഫിൽറ്ററോ കാര്യമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ UV ഫിൽറ്ററും ഇതിനകത്ത് തന്നെ ഉണ്ട്. അത് 11 വാട്ട്സ് ആണ്. അത് മാത്രമാണ് ഇതിൽ പവർ കൊടുക്കേണ്ടത്. ബാക്കി കൺട്രോൾ ചെയ്യുന്ന അത്രയും നമ്മൾ അഡീഷണലി വേറെ പമ്പ് വെച്ചാണ് ഇതിലേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ നമ്മൾ സമ്പ് ഫിൽറ്റർ ചെയ്യില്ലേ, അതിൻ്റെ ഒരു വേറൊരു മെത്തേഡാണ്. നമുക്കിതിൽ ബാക്ക് വാഷ് കൂടെ ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വരുന്ന UV ലൈറ്റ് വന്നിട്ട് 11 വാട്ട്സിൻ്റെയാണ് UV ലൈറ്റ് വരുന്നത്. ബോക്സൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് വന്നേക്കുന്നത്. ഇതിനകത്തൊരു യൂസർ മാനുവലുണ്ട്. ഇവർക്ക് എല്ലാ തരം ആയതുകൊണ്ട് ഒരു 50,000 ലിറ്റർ ടാങ്ക് വരെ വിത്ത് ഫിഷോട് കൂടിയുള്ള വെയിറ്റാണ് പറയുന്നത്, അല്ലാതെ വെള്ളം മാത്രമല്ല. അത്രയും ലിറ്റർ വരെ ഫിൽറ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഫിൽറ്റർ യൂണിറ്റുകൾ ഇവർക്കുണ്ട്. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളത് എല്ലാം എല്ലാ ലാംഗ്വേജിനകത്തും ഇവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു തവണ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലോക്കൊക്കെ പൊട്ടാൻ കരുതി വളരെ, അതായത് ഇത് ഇത്രയും വിലയുള്ള സാധനമാണെങ്കിലും ഇതിൻ്റെ ലോക്കിനൊന്നും വലിയ ആരോഗ്യമുള്ള സാധനമല്ല, എപ്പോൾ വേണം പൊട്ടാം, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത്. അപ്പോൾ അതുകൊണ്ടൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ലോക്ക് എങ്ങനെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ത്രെഡ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ കരുതി ജസ്റ്റ് ഒന്ന് യൂസർ മാനുവൽ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഓരോ മോഡലിനും എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ടാവും. അഥവാ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ സ്പെയറൊക്കെ കിട്ടാൻ വളരെ പാടാണ്. നമുക്ക് അല്ലെങ്കിൽ പഴയത് എന്നൊക്കെ എടുത്തിടേണ്ടി വരും. അത് മിക്കതും സ്യൂട്ടൊന്നും ആവില്ല, എങ്കിൽ ഈ സാധനം വേസ്റ്റാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇവരുടെ പ്ലംബിംഗ് ഐറ്റംസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് വണ്ടിയിൽ വന്ന പാക്കിങ്ങിൽ കൊറിയറിൽ വന്നതുകൊണ്ടായിരിക്കാം ഇത് അത്രയും ഇളവി കിടക്കുകയാണ്. നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് പുറത്തെടുക്കാം. ഇത് ഫിൽറ്റർ യൂണിറ്റ് ആണ് വരുന്നത്. ഇത് ഇതിൻ്റെ ഹാൻഡിലാണ് വരുന്നത്, അതായത് ബാക്ക് വാഷിൻ്റെ ഹാൻഡിലാണത്. ഇതാണ് വരുന്നത്. നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം ഇതിൻ്റെ പൈപ്പിൻ്റെ ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഇത് അത്രയാണ് ഈ ബോക്സിനകത്തുള്ളത്. എല്ലാ തരം നമുക്ക് 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഓസ് കണക്ട് ചെയ്യുന്ന കണക്ടർ വരെ ഇതിനകത്തുണ്ട്. നമ്മളിത് ഗമ്മൊന്നും വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ഓറിങ്ങും കാര്യങ്ങളും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് തേണ്ട ഈ പാക്കറ്റിനകത്താക്കിയാണ് വെച്ചിരുന്നത്. പക്ഷേ ഇതിനകത്ത് ബോക്സിൽ കടന്ന് ഓപ്പണായി ഇതിനകത്ത് ആയിട്ടുള്ളതാണ് കൊറിയറിൽ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ദാ ഇങ്ങനെ ജസ്റ്റ് ഇതെടുത്ത് ലോക്ക് റിലീസ് ചെയ്യുക. ഇവിടെയാണ് നമ്മളുടെ UV ലൈറ്റ് വരുന്നത്. 1.5 മീറ്റർ കേബിൾ ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇതിലെയാണ് നമുക്ക് ഇന്ന് കൊടുക്കേണ്ടത്. നമ്മളുടെ പമ്പ് ഫിഷ് ടാങ്കിനകത്ത് വെച്ചതിന് ശേഷം ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുക, ഓസ് ഇതിനകത്ത് കണക്ട് ചെയ്യുക. ഇതിനകത്തൂടെ കയറി ഇത് നേരെ താഴെയാണ് പോകുന്നത്. താഴെ പോയി ഫിൽട്ടറായി ഇതുവഴി പോണ്ടിലേക്ക് വരണം. നമുക്ക് ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആരെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ഫിഷിൻ്റെ പടവും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മളിത് ഇതിനകം ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചതിന് ശേഷമാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്. ഇത് നമുക്ക് വെളിയിൽ ഒരു ഔട്ടോ അല്ലെങ്കിൽ ഗാർഡനിലോട്ട് പ്രഷർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെടിക്ക് എന്തെങ്കിലും ഒഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. നമ്മളിത് മോഡിലോട്ട് ആക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോണ്ടിലേക്ക്, അതായത് ഈ ആരോ ഇങ്ങോട്ടിരിക്കുന്ന സമയത്ത് നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പോണ്ടിലേക്ക് തന്നെ ഇതിനകത്തുള്ള അഴുക്ക വെള്ളം ഇതിനകത്ത് വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ വാൾവ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വയ്ക്കുക. അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇൻഡിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻഡിക്കേഷൻ ഹൈ മേളിലാവുമ്പോൾ ഇതിനകത്ത് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു എന്നാണ് അത് കാണിക്കുന്നത്. നമ്മൾ അത് ആവാൻ കരുതി നിൽക്കരുത്, എങ്കിൽ പിന്നെ ഈ റൊട്ടേഷൻ ഭയങ്കര പാടായിരിക്കും. നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ കരുതി വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇത് ഫുള്ളാക്കി കഴിഞ്ഞാൽ. ചില കസ്റ്റമേഴ്സ്
നമ്മൾ അവർ അടുത്ത് പറഞ്ഞിട്ടാണ് പോകാറ്, ഒരു 1 വീക്കൊക്കെ അല്ലെങ്കിൽ 1 മന്തൊക്കെ ആകുമ്പോൾ ഇതൊന്ന് ബാക്ക് വാഷ് ചെയ്യണമെന്ന്. പക്ഷെ മിക്കവരും അത് ശ്രദ്ധിക്കാറില്ല. പിന്നീട് അത് വർക്കാവുന്നില്ല അല്ലെങ്കിൽ വെള്ളം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈൻറ്റ് വന്ന് നമ്മൾ പോകുമ്പോൾ ഇത് ഫുള്ളായിട്ട് പിന്നീട് നമുക്കിത് കറക്കാനോ ഒന്നും പറ്റില്ല. നമുക്ക് മൊത്തം ഇളക്കി ക്ലീൻ ചെയ്യേണ്ടി വരും. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത് ഇത് ഓപ്പൺ ചെയ്യാൻ കയറ്റി ജസ്റ്റ് ഇത് ഉയർത്തിയാൽ മതി. ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്തൊരു വാഷർ ഉണ്ടാവും. ഈ വാഷറാണ് ഇതിനെ എയർ ടൈറ്റ് ചെയ്ത് നിർത്തുന്നത്. ഇതിനകത്ത് പിന്നെ വേറെ ഒന്നുമില്ല. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബയോ ബോൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. ഈ ഒരു സാധനമാണ് ഇതിനെ ഫിൽട്ടർ ചെയ്ത്. അടുത്ത് നമ്മൾ ഈ ബാക്ക് വാഷിൻ്റെ ഈ ഹാൻഡിൽ വെച്ച് തിരിക്കുമ്പോൾ ഇതാണ് ക്ലീനായി വരുന്നത്. കണ്ട, ഇതിൻ്റെ മേൽവശം മാത്രമാണ് ഈ പ്രസ്സായി കറങ്ങി വരുന്നത്. അകത്തോട്ടുള്ളതൊന്നും ക്ലീൻ ആവാറില്ല. അതുകൊണ്ടാണ് കുറച്ച് വേസ്റ്റ് ആകുമ്പം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അടുത്ത് തിരിച്ച് ലോക്ക് ചെയ്യുമ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ച് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് ആ ക്ലിപ്പ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിക്കോളും. നമ്മളിത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കറക്റ്റായിട്ട് ബാക്ക് വാഷൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. ചിലരൊരു 1 ഇയർ 2 ഇയർ ഒക്കെ ആകുമ്പോഴാണ് എടുത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നീറ്റായിട്ട് അത് വർക്കായിക്കൊണ്ടേയിരിക്കും അത് കണ്ടിന്യൂസ്.